ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വാനില ബർത്ത്ഡേ കേക്കാണ്. മാത്രമല്ല ഈ ഫ്ലവേഴ്സൊക്കെ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക എന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് പാലാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കണ്ടോ, ഇതിപ്പോൾ അരക്കപ്പാണ് കേട്ടോ. ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് വെക്കുമ്പോഴേക്കും ബട്ടർ മിൽക്ക് റെഡി ആയിട്ട് കിട്ടും. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ബട്ടർ മിൽക്ക് റെഡിയാവും. അപ്പം പാല് തണുത്തതാണെങ്കിൽ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടത്തില്ല. തണുപ്പാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് തണുപ്പൊന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു 2.5 കപ്പ് മൈദ അളന്നെടുക്കണം. നമുക്ക് 2 കിലോ കേക്ക് തയ്യാറാക്കാൻ വേണ്ടത് 2.5 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡർ. ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ ചേർക്കണം കേട്ടോ. നമ്മൾ 2 കിലോ കേക്കല്ലേ ചെയ്യുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് അരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാട്ടോ. നിങ്ങൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാം ബട്ടറാട്ടോ. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നിങ്ങൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നേ ബട്ടർ, മുട്ട, അതുപോലെ പാലൊക്കെ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ ആ ഒരു റൂം ടെമ്പറേച്ചറിലോട്ട് ആയി കിട്ടിക്കോളും. അപ്പോൾ ഈ 100 ഗ്രാം ബട്ടറിലേക്ക് നമുക്ക് മൊത്തം 2.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ 2.5 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാരയും 100 ഗ്രാം ബട്ടറും കൂടെ മാക്സിമം നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് ബാക്കി പഞ്ചസാര മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മൊത്തം 2.5 കപ്പ്, മൊത്തം നമുക്ക് വേണ്ടത് 2.5 കപ്പ് പഞ്ചസാര പൊടിയാണ്. അപ്പോൾ ഞാൻ ബാക്കി പഞ്ചസാര പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് ഉപയോഗിക്കുക. ഒരു മുട്ട ആദ്യം ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തു. അടുത്ത മുട്ട കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് ഇത് ഇത്രയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടട്ടെ. സ്പീഡ് കൂട്ടരുത്, ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ. ലോ സ്പീഡിൽ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ ലോ സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തു. എന്നതിന് ശേഷം ഞാൻ 2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഒരു 30 സെക്കൻഡെങ്കിലും ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ആ എഗ്ഗിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് മാറുള്ളൂ. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നന്നായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് മുട്ടയുടെ മണം വരില്ല. കാരണം നിങ്ങൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആ വാനില എസൻസ് എത്തണം. ആ രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മുട്ടമണം ഒട്ടും തന്നെ വരത്തില്ല കേട്ടോ. ഇനി നമ്മൾ അരിച്ചെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർക്കുക. എന്നതിന് ശേഷം മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിങ് പാടില്ല. മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒഴിക്കേണ്ട, ഇതുപോലെ കുറേശ്ശെ ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുക. ബാക്കി നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിക്കുക. ഇങ്ങനെ നിങ്ങൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തു. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് കൂടി ചേർക്കാം. മൊത്തം നമുക്ക് 1 കപ്പ് ബട്ടർ മിൽക്കാണ് വേണ്ടത്. നമ്മൾ ആദ്യം തയ്യാറാക്കുമ്പോൾ തന്നെ നിങ്ങൾ 1 കപ്പ് ചേർക്കുക. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. നിങ്ങൾ ഒരിക്കലും ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. നന്നായിട്ട് യോജിച്ചെന്ന് കണ്ടാൽ പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇനിയും മിക്സ് ചെയ്താൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിൽ വെക്കാം. ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ കൂടി ഇട്ട് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഇതിനകത്തേക്ക് ഒട്ടിപ്പിടിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. OTG ഓവൻ ആണെങ്കിൽ 165 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. കൺവെക്ഷൻ ആണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓവൻ ഇല്ലാതാണെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള ഒരു പാത്രത്തിനുള്ളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഒരു 40 മിനിറ്റ്സ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. 1 മിനിറ്റോളം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ക്രീമി ആയിട്ട് വരും. അപ്പം നമുക്ക് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലോട്ട് മാറ്റിയിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്രീം വിപ്പ് ചെയ്ത ഉടനെ തന്നെ കേക്ക് ഐസിങ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച ഉടനെ തന്നെ ക്രീം അങ്ങ് ബീറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. എന്നതിന് ശേഷം കേക്കൊക്കെ ബേക്കായി ആറിയതിന് ശേഷം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം വരില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ കേക്കിൽ ഈ ഫ്ലവറൊക്കെ വരച്ചെടുക്കില്ലേ, പൂക്കളൊക്കെ വരച്ചെടുക്കില്ലേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് ക്രീം ഇതിൽ നിന്നും എടുത്ത് മാറ്റി ഫ്രീസറിലോട്ട് വെക്കുക. ഫ്രീസറിൽ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്രീം വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ കുറച്ച് ക്രീമിലേക്ക് ഓറഞ്ച് കളർ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഓറഞ്ച് ജെൽ കളർ പല റേറ്റിനും ഉണ്ട്. ഞാനിപ്പോൾ 180 രൂപയുടെ ജെൽ കളറാണ് മേടിച്ചിട്ടുള്ളത്. എപ്പോഴും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ജെൽ കളർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കൂടുതൽ പ്രശ്നമൊന്നും വരത്തില്ല. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്, ഇത് നേരെ അങ്ങ് ഫ്രീസറിലോട്ട് വെക്കും. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ഐസിങ് ഒക്കെ ചെയ്ത് ഫ്ലവേഴ്സൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതെടുത്താൽ മതി. ഇതാകുമ്പോൾ നമുക്കൊരു എളുപ്പമായിരിക്കും. അപ്പം ഞാൻ പല ടൈപ്പായിട്ട് ക്രീമൊക്കെ കളറൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ലാസ്റ്റ് എടുത്താൽ മതി. നമ്മൾ ഫ്ലവേഴ്സ് വരയ്ക്കാൻ നേരത്ത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി ഈ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, എപ്പോഴും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാൽ മതി, എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അതാണ് ഷുഗർ സിറപ്പ്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാം. അപ്പം ഞാൻ ഏതൊക്കെ നോസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ എങ്ങനെ ഫ്ലവേഴ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാമെന്നും ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതുവരെയും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് നമുക്ക്, സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന് തന്നെയാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പേജ് കാണാം, അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു നൈഫ് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ഞാൻ ഐസിങ് ചെയ്തു. ഇനി ഞാൻ ഒരു ഐസിങ് ബാഗിലായിട്ട് ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച് ആ ക്രീം ഇറക്കി വെച്ച് കണ്ടു. ഇപ്പം ഫ്ലവർ വരച്ചെടുക്കുന്ന ഒരു ഫ്ലവർ വരച്ചെടുക്കുന്ന ഒരു നോസിലാണ്. കണ്ടോ, ഇതുപോലെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ ഓരോ ഇതളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഓരോ ഇതൾ
എന്നിട്ട് വീണ്ടും അടുത്ത ഇതൾ വരയ്ക്കുക. ഇങ്ങനെ ഓരോ ഇതളായിട്ട് വരച്ചത് വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ നോസിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ടൈപ്പ് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചെറിയ ഫ്ലവറേ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ 2 കിലോ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ നോസിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഇനി നമുക്ക് മെല്ലെ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എങ്ങനെ ഈ ഒരു ഫ്ലവർ വരച്ചെടുക്കുന്നതെന്ന്? ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ആദ്യം ഒരു റൗണ്ട് വരച്ചെടുക്കുക, പിന്നെ ഓരോ ഇതളായിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ാണ് ഞാൻ അടുത്ത ഫ്ലവർ വരയ്ക്കാൻ പോകുന്നത്. വേറൊരു ഡിസൈനുള്ളൊരു ഫ്ലവർ കണ്ടോ, ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. വലിയ പാടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. അടുത്ത നോസിൽ ലീഫിൻ്റെ നോസിലാണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലീഫിൻ്റെ നോസിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഇലകളൊക്കെ വരച്ച് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിൽ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ബ്രൗൺ കളർ ചേർത്തിട്ടാണ് പേര് എഴുതിയിട്ടുള്ളത്. അപ്പോഴാണ് നന്നായിട്ട് എഴുതാൻ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഷുഗർ ബാൾസ് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് സൈഡിലൊക്കെ സ്പ്രിങ്കിൾസും വെച്ച് കൊടുത്തിട്ടുണ്ട്, മഞ്ഞ കളറിലെ സ്പ്രിങ്കിൾസ്. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.